അങ്ങനെ വീണ്ടും ലോക്ക്ഡൌൺ വരികയാണെന്നൊരു വാർത്ത ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ലോക്ക്ഡൌൺ എന്നുള്ളത് നമ്മളൊന്ന് അനുഭവിച്ചതാണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ ലോക്ക്ഡൌൺ സമാനമായ രീതിയിൽ ഒന്ന് കരുതിയിരിക്കണം എന്ന് പറഞ്ഞത് അത് വലിയൊരു എന്താ പറയുക, ആളുകളുടെ ഇടയിൽ ചിന്തിക്കാനും അവർ അതനുസരിച്ച് വെപ്രാളപ്പെടാനും ഒക്കെ പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ധനക്ഷാമത്തെ കുറിച്ചാണ് പറയാൻ വരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്ക് നമുക്കിവിടെ ഇന്ധനക്ഷാമം ഉണ്ടാവുമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സ്ഥലങ്ങളിലെ പല ഹോട്ടലുകളും ഒക്കെ ഇപ്പൊ തന്നെ അടച്ചുപൂട്ടിരിക്കുകയാണ്. കാരണം ഗ്യാസ് കിട്ടാനില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. हम कोरोना के समय भी एकजुटता से ऐसी चुनौतियों का सामना कर चुके हैं। अब हमें फिर से उसी तरह तैयार रहने की आवश्यकता है। धीरज के साथ, संयम के साथ, शांत मन से हमें हर चुनौती का मुकाबला करना है। അപ്പോൾ സംഭവം മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതായത് അദ്ദേഹം പറഞ്ഞത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ള എനർജി സ്രോതസ്സുകൾ, അതായത് അത് ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമ്മുടെ യാത്രകൾ പരമാവധി കുറയ്ക്കാൻ നോക്കുക. അത്യാവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുക. കാരണം പെട്രോൾ, ഡീസൽ അതിൻ്റെ ഒരു ഇന്ധനക്ഷമത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ചെറിയൊരു ക്ഷാമത്തിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ്. പിന്നെ കാശ് കൈവശം ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൌണിന് സമാനമായ രീതിയിൽ നമ്മൾ എന്താണ് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു കോവിഡിന്റെ സമയത്ത് ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന്. അപ്പം ഇതിൻ്റെ അകത്ത് ഉത്തരേ ഉള്ളൂ, ഭയം വേണ്ട, കരുതൽ മതി. നമ്മൾ കരുതിയിരിക്കുക. നമുക്ക് വരാൻ പോകുന്ന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളൊന്ന് കരുതിയിരിക്കുക. എന്തായാലും ഇങ്ങനെ ലോക്ക്ഡൌൺ എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ ഭീതിപ്പെട്ട് പെട്രോൾ വീപ്പയും കുപ്പിയും ഒക്കെ ആയിട്ട് പെട്രോൾ പമ്പുകളിലൊക്കെ ചെന്ന് ആകെ മൊത്തത്തിൽ തിരക്കായി. ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി. अरे ये भाग, अरे ये खत्म करने दो यार। ओ सेठ बा, ये देखिए डीजल भी नहीं दे रहे पेट्रोल पंप वाले। यार भरने दो यार बबलू यार। अरे कार्रवाई नहीं है। ഇതൊക്കെ പലയിടങ്ങളിലും പല പമ്പുകളിലും ഇപ്പോഴത്തെ ആ ഒരു ലോക്ക്ഡൌൺ എന്നുള്ള ഭീതിയൊക്കെ വന്നപ്പോൾ ആളുകൾ കൂട്ടത്തോടു കൂടി ചെന്ന ഒരു സാഹചര്യമാണ് അത്. മിക്കവാറും തന്നെ നമുക്കറിയാം ഇപ്പൊ പല സ്ഥലങ്ങളിലും പെട്രോൾ പമ്പുകളിലൊക്കെ പെട്രോൾ ഇല്ല, ഡീസൽ ഇല്ല എന്ന് പറയുന്ന പല പരാതികളും പല കാര്യങ്ങളും നമ്മൾ വീഡിയോസിലൂടെ ഒക്കെ കാണുന്നുണ്ട്. ശരിയാണ്, നമുക്ക് അതിൻ്റെതായ ഒരു ക്ഷാമമൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയുക, നമ്മുടെ കേന്ദ്ര സർക്കാരിന് പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള പോംവഴി എല്ലാം കണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ പ്രധാനമന്ത്രി സമാധാനപരമായ രീതിയിൽ എല്ലാ ലോകരാഷ്ട്രങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പോയി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക ദീർഘവീക്ഷണം, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിനോട് പ്രവർത്തിക്കുന്ന നമ്മുടെ കേന്ദ്രത്തിൻ്റെതായ ഒരു ദീർഘവീക്ഷണത്തിലൂടെ നമുക്ക് ഇതിനു വേണ്ടി എന്താ പറയുന്നത് പോംവഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴും ആളുകൾ പേടിച്ച് വരേണ്ട കുറെ കാര്യങ്ങൾ ചെയ്ത് വീണ്ടും വീപ്പയിലും വലിയ കുറ്റിയിലും ഒക്കെയാണ് പെട്രോൾ വാങ്ങുന്നത്. ജസ്റ്റ് ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കിയേ. പൊന്നമ്മച്ചമരെ നമ്മളെ നാട്ടിലത്തെ അവസ്ഥ പെട്രോൾ കിട്ടാനില്ല. ഇപ്പൊ പെട്രോൾ കിട്ടിട്ട് 12 മണിക്ക് അരഞ്ഞെടുക്കും. നമ്മള് അത് കൂടുതലാണ്. ഇപ്പൊ ഉള്ള പെട്രോൾ പോയി മൊത്തം ആൾ കണ്ടോ? ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇങ്ങനെയൊക്കെ പേടിക്കാത്തേ. പക്ഷെ നമുക്ക് വേണം, നമുക്കൊരു കരുതലാണ് വേണ്ടത്. പകരം പേടിച്ച് നമ്മൾ എന്താ പറയുന്നത് വെപ്രാളം കൂട്ടി നമ്മൾ എല്ലാം കൂടെ കൂട്ടി ഒന്നിച്ച് വാങ്ങാൻ നിൽക്കരുത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇന്ധനം നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമ്മുടെ കയ്യിലുള്ള ഗ്യാസ് ശേഖരണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കേന്ദ്രം അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടെത്തുന്നുണ്ട്. കാരണം LPG ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാത്ത സാഹചര്യങ്ങളൊന്നും അല്ല, നമുക്ക് കിട്ടും. നമുക്കൊരു അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം, സമയം വേണം. നമ്മൾ കയ്യിലുള്ളത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമ്മൾ
ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് പണ്ട് ജീവിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? ഗ്യാസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തിരുന്നത്? വിറകടുപ്പും ഒക്കെ ആയിട്ട് നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി ഭക്ഷിച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മൾ അരിയാഹാരം ചോറും കറികളും ഒക്കെ നമ്മൾ അടുപ്പത്ത് തീ കത്തിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒന്ന് പുറകോട്ടേക്ക് പോകേണ്ടി വരും. ചിലപ്പോൾ ഇന്ധന ക്ഷാമം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ വിറകടുപ്പും ഒക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സാധനമാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്ന ഒരു സാധനം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടെ കുത്തി നമുക്ക് എന്താ പറയുന്നത് ആഹാരം പാകം ചെയ്യാലോ. അപ്പം ഇപ്പോൾ പല കടകളിലും ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറുകൾ കിട്ടാനില്ലാത്ത ഒരു സാഹചര്യം പോലും ഉണ്ട്. കാരണം അതുപോലെ തന്നെ ആൾക്കാർ വാങ്ങിക്കുകയാണ്. കാരണം ഗ്യാസ് അടുപ്പൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ എന്തായാലും അതിനും ഡിമാൻഡ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഇന്ധനം നമ്മൾ പരമാവധി സൂക്ഷിച്ച് ഉപയോഗിക്കുക, കരുതി ഉപയോഗിക്കുക. കരുതൽ വേണം. നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകണം നമ്മുടെ ലൈഫിൽ. നമുക്ക് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതം നമ്മൾ വളരെ നിഷ്ഠയോടും ചിട്ടയോടും കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഉന്നതിയിലെത്തും, വിജയിക്കും. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാം കൃത്യം കണക്ക് വെച്ച് നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റും. പണ്ട് നമുക്കറിയാം നമ്മുടെ ജോണി ആന്റണി, നമ്മുടെ സിനിമാ നടൻ ജോണി ആന്റണി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ അമ്മ എന്താ പറയുന്നത് ഒരു നാഴി അല്ലെങ്കിൽ എണ്ണയുടെ ഒരു വെളിച്ചെണ്ണ എന്തോരം വാങ്ങിക്കുന്ന ഒരു ചെറിയൊരു അളവിൽ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ഒരാഴ്ചയും 2 ആഴ്ചയും 3 ആഴ്ചയും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് വെച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഉണ്ടാകുന്ന ടേസ്റ്റിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ അമ്മയുടെ കരുതലാണ്. എങ്ങനെ കൊണ്ടുപോകാം ഒരു കുടുംബം നമ്മുടെ കയ്യിലുള്ള സോഴ്സ് വെച്ചിട്ട് അതുകൊണ്ട് എത്ര ചെറുതാണോ ആ ചെറിയ സോഴ്സ് വെച്ച് തന്നെ എന്തോരം മുന്നോട്ട് കൊണ്ടുപോകാം, നന്നായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന നമ്മുടെ സാധന സാമഗ്രികൾ ഉദ്ദേശിച്ചത് മെയിനായിട്ടും ഇന്ധനമാണ് ഉദ്ദേശിച്ചത്. അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഗ്യാസൊക്കെ അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. നമുക്കറിയാം പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്, ജലം അമൂല്യമാണത് പാഴാക്കരുതെന്ന് നമ്മൾ പറയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഇന്ധനം LPG ഗ്യാസ് അമൂല്യമാണത് പാഴാക്കരുത്, ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം തീർന്നു പോയി കഴിഞ്ഞാൽ തീർന്നു പോയാൽ അതിനുള്ള പോംവഴി ഉണ്ടാകും. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരിടണമെങ്കിൽ നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. വിദ്യാസമ്പന്നരായ ആൾക്കാരാണ് മുകളിലിരിക്കുന്നത്. എന്തായാലും അവർ ചിന്തിച്ചാലോചിച്ച് വേണ്ടത് കൃത്യമായിട്ട് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കരുതിയിരിക്കുക. നമ്മൾ കൃത്യം ന്യൂസും കാര്യങ്ങളും ഒക്കെ കാണുക, പേടിക്കാതിരിക്കുക. കൃത്യമായിട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താണോ നമുക്ക് കിട്ടുന്ന നിർദ്ദേശം അതനുസരിച്ച് ചെയ്യുക. സർക്കാർ എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യുക. അത് എന്താ പറയുന്നത്, നമ്മൾ ആ ഒരു കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ 10 പേര് കൂടി പേടിച്ച് വരണ്ട് അയ്യോ 10 എല്ലാം തീർന്നു പോവുകയാണ് നമ്മൾ ഇനി എന്നാ ചെയ്യുമെന്ന് പറഞ്ഞ് പരിഭ്രാന്തരായി ഓടാതെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. പ്ലാൻ ചെയ്ത് ജീവിക്കുക എന്ന് പറയത്തില്ലേ, ഒരു സക്സസ്ഫുൾ ലൈഫിന് വേണ്ടിയിട്ട് എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പരിഭ്രാന്തരാകാതെ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോവുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആരും പേടിക്കേണ്ട, കരുതിയിരിക്കുക. നമ്മുടെ കയ്യിലുള്ള സോഴ്സസ് കരുതി വെക്കുക, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, പാഴാക്കി കളയാതിരിക്കുക. ബൈ.